സോ നമ്മളുടെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ് ലോയിൽ. അപ്പോൾ അതിൽ പാർട്ട് എയുടെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കോൺട്രാക്റ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ കോൺട്രാക്റ്റ്? കോൺട്രാക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സെഷൻ മെൻഷൻ ചെയ്യണം. കോൺട്രാക്റ്റ് ആക്ടിലെ നമ്മുടെ മെർക്കൻറ്റൈൽ ബിസിനസ് ലോയിലെ ഏതൊരു സെഷനിലാണ് ഇത് നമ്മുടെ കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന്. സെഷൻ 2H ആണ്. സെഷൻ 2H ഹാസ് ഡിഫൈൻഡ് കോൺട്രാക്റ്റ് ആസ് ആൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതാണ് നിങ്ങൾ എഴുതേണ്ട ഡെഫിനേഷൻ. an agreement enforceable by law under the section 2H is called a contract. അപ്പം അതിനകത്ത് രണ്ട് പാർട്ടാണ്. അഗ്രിമെൻറ്റും ഉണ്ട്. അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അത് ലോ എൻഫോഴ്സ്ഡ് ആവണം, അല്ലേ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഡയഗ്രാം മെൻഷൻ ചെയ്യാം. അഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഗീവ്സ് എ കോൺട്രാക്റ്റ് എന്ന രീതിയിൽ എഴുതാം. അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ എസെൻഷ്യാലിറ്റീസ് എന്നുള്ളതും മെൻഷൻ ചെയ്യാം. ഒരു അഗ്രിമെൻറ്റ് വേണം, പിന്നെ കൺസെൻസസ് ആഡിഡം വേണം, ലോഫുൾ കൺസിഡറേഷൻ, പാർട്ടീസ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്, then lawful object and not expressly declared void, uncertainty and the possibility of performance, legal formality and intention to create a legal relationship. ഇത്രയും എസെൻഷ്യാലിറ്റീസും കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഫൈൻ കോൺട്രാക്റ്റ് എന്ന കൺസെപ്റ്റ് എഴുതാം. അപ്പം 2H an agreement enforceable by law is called a contract എന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് what are major essentialities for a valid contract? ഇത്രയും കാര്യം എഴുതിയാൽ ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതാം. ഓക്കെ, ദി സെക്കൻഡ് വൺ ഇസ് വാട്ട് ഇസ് കൺസിഡറേഷൻ. ഓക്കെ, കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലീഗൽ കൺസിഡറേഷൻ എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ വാലിഡിറ്റിയിലുണ്ട്. അപ്പോൾ ഒരു എസെൻഷ്യൽ എലമെൻ്റാണ് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻ്റാണ് കൺസിഡറേഷൻ എന്ന് എഴുതണം. സോ വിതൗട്ട് കൺസിഡറേഷൻ അഗ്രിമെൻറ്റ് ബിക്കം വോയിഡ്, ആൻഡ് ഇഫ് അഗ്രിമെൻറ്റ് ബിക്കം വോയിഡ് ഇറ്റ് ഇസ് നോട്ട് എ കോൺട്രാക്റ്റ്, അല്ലേ? അപ്പോൾ ഒരു പാർട്ടിക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് തിരിച്ചെന്ത് കിട്ടുന്നു അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. സോ വൺ പാർട്ടി പ്രോമിസസ് ടു ഡു സംതിങ്, ഹി ഹാസ് ടു ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ ദാറ്റ് പ്രോമിസ്. ഒരു പ്രോമിസിന് റിട്ടേൺ ആയി കൊടുക്കുന്ന എന്തോ ആ സംതിങ് ഇൻ റിട്ടേണിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. സെഷൻ 10 കോൺട്രാക്റ്റ് ആക്ടിലെ സെഷൻ 10 പറഞ്ഞിരിക്കുന്ന അഗ്രിമെൻറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ പാടില്ല. എപ്പോഴും അഗ്രിമെൻറ്റിന് ഒരു കൺസിഡറേഷൻ ആസ് എ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെഷൻ 25 പറഞ്ഞിട്ടുണ്ട് അഗ്രിമെൻറ്റ് വിത്തൗട്ട് എ കൺസിഡറേഷൻ ഇസ് ഓൾവേസ് എ വോയിഡ് വൺ. അപ്പോൾ അഗ്രിമെൻറ്റ് ഇല്ല, അഗ്രിമെൻറ്റിന് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ഒരു ന്യൂഡം പാക്റ്റം എന്ന കൺസിഡറേഷനിലേക്ക് പോകുന്നത് വെച്ചാൽ ബെയർ പ്രോമിസാണ്, ചുമ്മാ ഒരു പ്രോമിസ്, അതിനൊന്നും ഇൻ റിട്ടേൺ ഇല്ല. അപ്പോൾ ഇതാണ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് കൺസിഡറേഷൻ ഏതും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് റൈറ്റ് ലൈക്ക് ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ആൻഡ് ദ സെഷൻ 10 ഓഫ് കോൺട്രാക്ട് ആക്ട് സേസ് ദാറ്റ് ഈവൻ the agreement should be supported by agreement should be supported by a consideration. And section 25 has said that if an agreement is made without a consideration it is always void. If it is not supported it is called as nudum pactum, that is bare promise. ഇത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം സെഷൻ 2Dയിൽ ഇതിനൊരു ഡെഫിനിഷൻ തന്നെയുണ്ട്. നമുക്ക് കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ഈസ് എ ബിഗ് ഡെഫിനിഷൻ. പേജ് 133 നിങ്ങൾക്ക് മെൻഷൻഡ് ആണ്. ദാറ്റ് ഈസ് when at the desire of a promiser the promisee or any other person has done or abstained from doing or does or abstains from doing or promises to or abstains from doing something, such act or abstinence of promise is called a consideration for the promise. ഒരു കാര്യം ഒരു പ്രോമിസറിൻ്റെ ഡിസയറിനനുസരിച്ച് വേറൊരാൾ ചെയ്യുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി സമ്മതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുക. ഈ ഡെഫിനിഷന് പകരം നിങ്ങൾ നിങ്ങളുടെ ടേംസിൽ എഴുതിയാലും മതി. ഓക്കെ, സോ ഇതിന് പല വാലിഡിറ്റി കൺസിഡറേഷൻസ് ഉണ്ട്. അതും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ്? കൺസിഡറേഷൻ എപ്പോഴും ഒരു പ്രോമിസറിൻ്റെ ഡിസൈറിലൂടെ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസിഡറേഷൻ ഒരു പ്രോമിസിൽ നിന്ന് വേറൊരു ആളിലേക്ക് മാറ്റാൻ പറ്റും. ദെൻ കൺസിഡറേഷൻ മേ ബി ആൻ ആക്ട് അബ്സ്റ്റനൻസ് ഓർ ഫോർബിയൻസ് ഓഫ് എ റിട്ടേൺ പ്രോമിസ്. ചിലപ്പോൾ അതൊരു ആക്ട് ഒരു കാര്യം ചെയ്യാമെന്നാവാം, ചിലപ്പോൾ ചെയ്യാതിരിക്കാം എന്നാവാം, അല്ലെങ്കിൽ ഫോർബിഡൻസ് ആയിരിക്കാം, നമ്മൾ ചെയ്യത്തില്ല, അതിനൊരു റിട്ടേൺ പ്രോമിസ് ആയിരിക്കും, ഇൻ റിട്ടേൺ നമ്മൾ വേറൊരു കാര്യം ചെയ്യാം എന്നതാകാം. പിന്നെ കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, പ്രസൻറ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. നേരത്തെ തന്നിരുന്ന എന്തെങ്കിലും കാര്യം പ്രോമിസ് ചെയ്യുന്നതിന് മുമ്പേ ആകാം കൺസിഡറേഷൻ, അതിനാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയാം. ഇനി പ്രോമിസ് ചെയ്യുമ്പോൾ തന്നെയാണ് അത് ഇൻ റിട്ടേൺ കൊടുക്കുന്നതെങ്കിൽ അതിന് പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയാം. ഈ പ്രോമിസ് ചെയ്ത് കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിലാണ് കൺസിഡറേഷൻ കൊടുക്കുന്നതിന് അതിന് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയാം. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് പോലെ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയാം. പിന്നെ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ്, ചിലപ്പോൾ അഡ്വക്കേറ്റ് അല്ലാതെ ആകാം. ദാറ്റ് ഈസ് അനദർ വൺ.
ദെൻ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇലൂസറി. റിയൽ ആയിട്ടായിരിക്കണം കൺസിഡറേഷൻ എപ്പോഴും. ഓക്കെ, ജസ്റ്റ് ഒരു ഇലൂഷൻ ആവരുത്, ഇറ്റ് ഷുഡ് ബി റിയൽ. പിന്നെ ഇമ്മോറലോ ഇല്ലീഗലോ ഒന്നും ആകാൻ പാടില്ല കൺസിഡറേഷൻ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൺസിഡറേഷന് നിങ്ങൾക്ക് എഴുതാവുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക, വാലിഡ് എസെൻഷ്യാലിറ്റി എന്ന് എഴുതുക, അതിൻ്റെ എസെൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ദ തേർഡ് വൺ ഇസ് വാട്ട് ആസ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. നമ്മളിത് ഡിസ്കസ് ചെയ്താണ്. കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെ ബേസിസ് ഓഫ് പെർഫോമൻസിനെ വെച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ എന്ന രീതിയിൽ 4 രീതി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്തെ യൂണിലാറ്ററലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ എന്താ, ഒറ്റൊരാൾ മാത്രം. സോ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി മേക്ക് എ പ്രോമിസ്, ഇറ്റ് ഇസ് കോൾഡ് എ യൂണിലാറ്ററൽ കോൺട്രാക്ട്. ഒരാൾ മാത്രം പറയുന്നു. ഇപ്പോൾ ഒരു നഷ്ടപ്പെട്ടൊരു പട്ടിയെ തിരിച്ചു കൊടുക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറയുമ്പോൾ അത് യൂണിലാറ്ററൽ. വൺ പേഴ്സൺ ഇസ് ഓൺലി ഗിവിങ് ദ പ്രോമിസ്. ഒരാൾ മാത്രമേ പ്രോമിസ് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുക. ബട്ട് ബി ഫൈൻഡ് ചെയ്ത എ എന്തായാലും ഇപ്പം ബിയോടാ പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടലി നമ്മൾ പറയുക ഇനി പട്ടിയെ കാണാതെ പോയ പട്ടിയെ കണ്ടുപിടിച്ച് കൊടുത്താൽ പൈസ കൊടുക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് കൊടുത്തിരിക്കണം. ദേ ആർ ഒബ്ലിഗ് ടു പേ ദാറ്റ് എമൗണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് എ യൂണിലാറ്ററൽ കോൺട്രാക്ട്. ഓക്കെ, the fourth one is when is consideration or object unlawful. അതിന് നിങ്ങളുടെ യൂണിറ്റ് നമ്പർ 6 നോക്കണം. ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന സബ്ജക്റ്റിലാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ അൺലോഫുൾ എപ്പോഴാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1.26 തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെൻ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഇസ് അൺലോഫുൾ. ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. സോ ഫസ്റ്റ് വൺ ഇസ് ഇഫ് ഇറ്റ് ഇസ് ഫോർബിഡൻ ബൈ ലോ സമ്മതിക്കാത്തൊരു കാര്യമാണെങ്കിൽ അത് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ അൺലോഫുള്ളാന്ന് പറയാം. ലോ സമ്മതിക്കാത്തതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ക്രിമിനൽ ലോ, കൺട്രിയുടെ ക്രിമിനൽ ലോയ്ക്കെതിരെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ലെജിസ്ലേഷനോ അനുസരിച്ച് അത് ഫോർബിഡൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു ലൈസൻസ് ഇല്ലാതെ ലിക്കർ സെല്ല് ചെയ്യുക എന്നതൊരു അൺലോഫുൾ കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മളെ ലോ പെർമിറ്റ് ചെയ്യാത്തതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫോർബിഡൻ ബൈ ലോ എന്ന് പറയും. ഇപ്പോൾ ഒരാളെ കൊന്നു അല്ലേ, ഒരാളെ കൊല്ലാനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. സോ ഹിയർ നമ്മൾ പൈസ കൊടുക്കുന്നു, മറ്റേ ആൾ നമുക്ക് ഇൻ റിട്ടേൺ ചെയ്യുന്നത് ഒരാളെ കൊല്ലണം. അപ്പോൾ അങ്ങനെയുള്ള കേസ് എപ്പോഴും ക്രിമിനൽ ലോയ്ക്ക് എതിരെയാണ്. അപ്പോൾ അങ്ങനെ ലോ ഫോർബിഡൻ ചെയ്തൊന്ന കാര്യമാണെങ്കിൽ അത് അൺലോഫുള്ളാണ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ഇറ്റ്സ് പെർമിറ്റ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ. ഇനി ചില കാര്യങ്ങളുണ്ടാവും, ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിയമത്തിനെതിരെയാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ പറയാം. ദ പർച്ചേസ് ഓഫ് ലാൻഡ് ബീയിങ് സോൾഡ് ഫോർ അരിയേഴ്സ് ഓഫ് ലാൻഡ് റവന്യൂ ബൈ ദ ഡീഫോൾട്ടർ ഹിംസെൽഫ്. ഇപ്പം ഒരു ഒരു ലാൻഡ് പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ വിൽക്കുകയാണ്. ആ ലാൻഡിൻ്റെ റവന്യൂ അടയ്ക്കാൻ വേണ്ടി ആ ഒരു ലാൻഡ് വിൽക്കുന്നു. അങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ എന്താണ്, ഒരു അൺലോഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റായി വരും. ദാറ്റ് ഈസ് ദ അഗ്രിമെൻറ്റ് മേ നോട്ട് ബി പ്രൊവൈഡ് ഫോർ സംതിങ് എഗെയിൻസ്റ്റ് എ പ്രൊവിഷൻ ഓഫ് ലോ, ബട്ട് ഇഫ് ദ അഗ്രിമെൻറ്റ് ഇസ് പെർമിറ്റഡ് ടു ബി പെർഫോം സം അതർ വാലിഡ് ലെജിസ്ലേഷൻ മേ ബി വയലേറ്റഡ്. ഓക്കെ, ആദ്യം അത് ലോയ്ക്കെതിരെയല്ല, ഇപ്പം ഒരു കൊല്ലുന്ന പോലെ അങ്ങനെയൊന്നും ലോയ്ക്കെതിരെയല്ല. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ലോയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെജിസ്ലേഷനെ ഹേർട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതും നമ്മൾ അൺലോഫുൾ ഒബ്ജക്റ്റായിട്ട് പറയും. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലൻ്റ് ആണെങ്കിൽ, ഫ്രോഡുലൻ്റ് ഇൻ ദ സെൻസ് എന്താണ്, ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ നോക്കാൻ, ആൻ അഗ്രിമെൻറ്റ് ടു ഡിഫീറ്റ് എ ക്രെഡിറ്റേഴ്സ് ബൈ ഫ്രോഡുലൻ്റ്ലി ട്രാൻസ്ഫറിങ് പ്രോപ്പർട്ടി ടു അനദർ പേഴ്സൺ ഇസ് എ വോയിഡ് അഗ്രിമെൻറ്റ്. ഇപ്പോൾ നമുക്ക് പൈസ തന്ന കുറേ ആൾക്കാരുണ്ട്. സോ ദേ ആർ ദ ക്രെഡിറ്റേഴ്സ് അല്ലേ. നമ്മൾ ആ ക്രെഡിറ്റേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, അയാളുടെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ. പക്ഷേ അതിന് പകരം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ വേറൊരാൾക്ക് വിൽക്കുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് വെച്ചോ, അത് ഒരു ഫ്രോഡുലൻ്റ് ആണ്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കൺസിഡറേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് അൺലോഫുൾ ആയിട്ടാണ് പറയുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലൻ്റ് ഓൾസോ വി ക്യാൻ സേ ആൻ ഒബ്ജക്റ്റ് ഈസ് അൺലോഫുൾ. Then if it involves or implies injury to a person or a property of other, വേറൊരാളുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെടാതാണോ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിനെയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുന്നോ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എപ്പോഴും അൺലോഫുൾ ആയിരിക്കും. Then if the court regards that immoral sexual immorality അങ്ങനെയുള്ള കൺസെപ്റ്റ് എല്ലാം ഒരു അൺലോഫുൾ ഒബ്ജക്റ്റ് ആണ് അല്ലേ. സെക്ഷൽ ഇമ്മോറാലിറ്റി ആണ് അതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇമ്മോറൽ ആയിട്ട് ലോ കൺസിഡർ ചെയ്തിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് അതൊക്കെ അൺലോഫുൾ ആണ്.
Then if the court regarded it as opposed to the public policy, നമ്മുടെ നോർമൽ പബ്ലിക് പോളിസിക്കോ അല്ലെങ്കിൽ പബ്ലിക് വെൽഫെയറിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണ്, അതും എപ്പോഴും എന്താണ്, ഒരു അൺലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കും. സോ വെൻ ആൻ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് വിത്ത് അൺലോഫുൾ എന്ന് ചോദിച്ചാൽ, ഇഫ് ഇറ്റ് ഇസ് ഫോർബിഡൻ ബൈ ലോ, ഇഫ് ഇറ്റ് ഇസ് ഓഫ് നാച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് ലോ, ഇഫ് ഇറ്റ് ഇസ് ഫ്രോഡുലന്റ്, ഇഫ് ഇറ്റ് causes or involves injury of a person or a property, if the law regarded it as immoral, and if the court regarded it as opposed to the public policy. ഇത്രയും ഒരു 6 പോയിൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതിന് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട, 2 മാർക്സിനല്ലേ. യു ക്യാൻ ജസ്റ്റ് റൈറ്റ് വൺ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് വെച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി, ഇത്രയും ചെയ്താൽ മതിയായിരിക്കും. സോ ദാറ്റ് ഈസ് the answer for the question, when is consideration or law or object unlawful. Okay, ഇനി നമ്മുടെ 5th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫ്രീ കൺസെൻറ്റ് എന്ന കൺസെപ്റ്റാണ്. നിങ്ങളുടെ യൂണിറ്റ് നമ്പർ 5 ആയിരിക്കും ഫ്രീ കൺസെൻറ്റ് എന്ന കൺസെപ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഫ്രീ കൺസെൻറ്റ്, പാർട്ടിയുടെ ഫ്രീ കൺസെൻറ്റോടെ വേണം ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ പോകാൻ. കൊയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ മിസ്റ്റേക്കോ ഒന്നും ഇല്ലാത്തത്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. സോ സെഷൻ 13 പറഞ്ഞിരിക്കുന്നത്, 2 or more person are said to consent when they agree upon the same thing in the same sense. ഒരു കൺസെൻസസ് ഐഡിയം എന്ന കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, 2 കൂട്ടരും ഒരു കാര്യത്തിൻ്റെ മേലെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടും ഒരേ കാര്യവും ഒരേ മനസ്സോടെ ആയിരിക്കണം ഈ ഒരു സിറ്റുവേഷൻ എടുത്തിരിക്കുന്നത്. ആരുടെയും കമ്പൽഷനോടെ അല്ല 2 കൂട്ടർ ഒരു കോൺട്രാക്റ്റിലേക്ക് പോയതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ സെഷൻ 14 പറഞ്ഞിരിക്കുന്നത്, കൺസെൻറ്റ് ഇസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ എനി കൈൻഡ് ഓഫ് കൊയേഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, fraud, misrepresentation, mistake subject to the promotion, etc. ഓക്കെ, അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ കൺസെൻസസ് ആയിട്ടിടം അല്ലെങ്കിൽ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. കൊയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരാളെ ത്രട്ടൺ ചെയ്തോ ഒരു കാര്യം ചെയ്യരുത്, ചെയ്യണം എന്നെല്ലാം നമ്മൾ ത്രട്ടൺ ചെയ്ത് പറയുന്നതിനെ നമ്മൾ കൊയേഷൻ എന്ന് പറയാം. അങ്ങനെ ത്രട്ടൺ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ പ്രോപ്പർട്ടി പിടിച്ചടക്കി വെച്ചോ ഒന്നും ചെയ്യുന്നതിനെ നമുക്ക് ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സെഷൻ മെൻഷൻ ചെയ്യുന്നു, 13 സെഷനിൽ പറയുന്നുണ്ട്, 2 person or 2 or more person are said to be set to consent അല്ലെങ്കിൽ ഫ്രീ കൺസെൻറ്റ് തരുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്, when they agree upon the same thing in the same sense. And section 14 says that the consent is said to be free when it is not caused by any kind of coercion or undue influence, fraud, misrepresentation or mistake. Okay, ഇതാണ് നിങ്ങൾ ഫ്രീ കൺസെൻറ്റ് എന്ന സബ്ജക്റ്റ് ഒരു ടോപ്പിക്കിൽ എഴുതേണ്ടത്. ഇനി നമ്മളുടെ 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫൈൻ ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഓക്കെ, അത് നമ്മുടെ സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്നത്, ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്ന സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്ന പ്ലെഡ്ജ് ആൻഡ് ബെയിൽമെൻറ്റ് പറഞ്ഞില്ലേ, അതേപോലെ ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റ്. ഇത് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെഷൻസ് വരുന്ന നമ്മുടെ ചാപ്റ്റർ 8 124 to 147 സെഷൻ, ചാപ്റ്റർ 8 സെഷൻ 122 to 147 ഓഫ് എ കോൺട്രാക്ട് ആക്ട് ഡീൽസ് വിത്ത് ദിസ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. നമ്മുടെ പ്ലെഡ്ജും അതുപോലെ ബെയിൽമെൻറ്റും ഒക്കെ പോകുന്നതാണ്. അപ്പോൾ ഇതിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്, സെഷൻ 124 നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ദ ലോസ് കോസ്ഡ് ടു ഹിം by the content of the promiser himself or by the conduct of any other person is called the contract of indemnity. That is, ഒരാൾ വേറൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളെ പ്രോമിസ് ചെയ്യാണ്, അയാളെ നമ്മൾ ഇങ്ങനൊരു ലോസിൽ നിന്ന് നമ്മൾ രക്ഷിച്ചു കൊള്ളാം എന്ന് ഒരു ഉറപ്പ് കൊടുത്തുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ലോ ഓഫ് ഇൻഡെംനിറ്റി അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയാം. ദാറ്റ് ഈസ്, ഒന്നുകൂടി ഞാൻ ആ ഡെഫിനിഷൻ പറയാം. എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ from loss caused to him by the conduct of the promiser himself or by the conduct of any other person. ഒന്നെങ്കിൽ അയാളുടെ ഒരു കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ കാരണം കുറ്റം കൊണ്ടോ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, എന്തെങ്കിലും ലോസ് ഉണ്ടാവുമെങ്കിൽ അതിനെ നമ്മൾ സേവ് ചെയ്തോളാം എന്ന് കൊടുക്കുന്നതിനെയാണ് ദ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് 2 ആൾക്കാരുണ്ട്, ഇൻഡെംനിഫയറും ഉണ്ടാവും, ഇൻഡെംനിറ്റി ഹോൾഡറും ഉണ്ടാവും. ഒരു ആൾ, ദ പേഴ്സൺ ഹു പ്രോമിസസ് ടു മേക്ക് ദ ഗുഡ് ദ ലോസ്, നഷ്ടപ്പെട്ട ഒരാൾക്ക് അതിനുള്ള പ്രോമിസ് കൊടുക്കുക, ആ നഷ്ടം ഞാൻ നികത്തിക്കൊള്ളാമെന്ന് പറയുന്ന ഒരാളില്ലേ, അയാളെ നമ്മൾ ഇൻഡെംനിഫയർ എന്ന് പറയും. ആർക്കാണോ നഷ്ടം ഉണ്ടാകുന്നത് അയാളെ നമ്മൾ ഇൻഡെംനിഫൈഡ് ഓർ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ പ്രോമിസസ് ടു ഇൻഡെംനിഫൈ ബി എ ബാങ്കർ ഫോർ എ ലോസ് ദാറ്റ് ഹി മേ അബ്സ്റ്റെയിൻ ബൈ ദ റീസൺ ഓഫ് ദ ഡിസോണസ്റ്റി ഓഫ് സി ഹൂ ഈസ് എ കാഷ്യർ അപ്പോയിൻറ്റഡ് ബൈ ബി അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എ. The contract between A and B is a contract of indemnity. A is the indemnifier and B is the indemnity holder. ഇവിടെ എയും ബി എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ. എ പറയുക
ഓക്കെ, സി എന്ന ഒരാൾ നമ്മുടെ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോണോ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പം ആ ലോണിന് എഗെയിൻസ്റ്റ് ഞാൻ നിന്നോളാമെന്ന് എ പറയുക. അയാൾ അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ അടച്ചോളാം. അപ്പോൾ ബി ആണ് ബാങ്കർ, സി കടമെടുത്ത ആൾ, എ ആണ് പ്രോമിസർ. സോ എ ഇസ് എ പ്രോമിസർ ആൻഡ് ഹി ഈസ് ഇൻഡെംനിഫയർ ആൻഡ് ബി ഈസ് എ ഇൻഡെംനിറ്റി ഹോൾഡർ. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ലോസിനെ കോമ്പൻസേറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡെംനിറ്റി ഓർ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയും. ഓക്കെ, മിക്കവാറും ഈ ജാമ്യം നിൽക്കുന്ന കൺസെപ്റ്റ് ഇല്ലേ, ആ ഒരു കൺസെപ്റ്റാണ് ഇൻഡെംനിറ്റി ഹോൾഡറിൽ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഡിഫൈൻ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിൽ എഴുതണം. അപ്പോൾ രണ്ടാൾക്കാരെ എഴുതാം, ഇൻഡെംനിഫയർ ആരാണ്, ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ് ആരാണെന്ന്. ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഈസ് മെൻ ബൈ വാറണ്ടീസ്. കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് എന്ന സെഷനിലായിരിക്കും വാറണ്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Warranty can be defined as it is a stipulation which is collateral to the main purpose of a contract. സെഷൻ 12(3) മെൻഷൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ കോൺട്രാക്ട് ആക്ടിൽ സെഷൻ 12(3) മെൻഷൻ ചെയ്തിരിക്കുന്ന വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഇസ് കൊലാട്രൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു സ്റ്റിപ്പുലേഷൻ പോലെ നിൽക്കുന്ന അതിനെയാണ് നമ്മൾ വാറണ്ടി എന്ന് പറയുക. It visualizes a situation where the stipulation is important but is not fundamental to the contract. ഒരു കോൺട്രാക്റ്റിന് ഫണ്ടമെൻ്റൽ ആയിട്ടല്ല, പക്ഷെ ഒരു സ്റ്റിപ്പുലേഷൻ ആയിട്ട് മാത്രം നിൽക്കുന്ന ഒന്നിനെ അതിനെ നമ്മൾ വാറണ്ടി എന്ന് പറയും. ഓക്കെ, സോ ദ കോൺട്രാക്റ്റിംഗ് പാർട്ടി മേ സഫർ ആൻ ഇഞ്ചുറി വെൻ ദർ ഇസ് എ ബ്രീച്ച് ഓഫ് വാറണ്ടി. കോൺട്രാക്ട് ചെയ്ത പാർട്ടിക്ക് ഒരു ഇഞ്ചുറി ആയിരിക്കും, ആ വാറണ്ടിയിൽ ഒരു ബ്രീച്ച് ഉണ്ടായ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആസ് ഡീപ്പ് ടു ഗീവ് റൈസ് ടു എ right to treat the contract as repudiated. His right is limited to certain or claim damages. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിനായിരിക്കും നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ whether stipulation in a contract of sale is a condition or a warranty depends in case on the construction of the contract. The stipulation may be condition though called a warranty in the contract. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഡെഫിനേഷൻസ് വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി എന്ന രണ്ട് കൺസെപ്റ്റാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് വാറണ്ടി എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു മെയിൻ പർപ്പസ് ഓഫ് എ കോൺട്രാക്റ്റിൻ്റെ ഒരു കൊലാട്രൽ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റിപ്പുലേഷനെയാണ് നമ്മൾ വാറണ്ടി എന്ന് പറയുന്നത്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മെയിൻ കോൺട്രാക്റ്റിൻ്റെ ഒരു മെയിൻ പർപ്പസാണ്, ഒരു കൊലാട്രൽ അല്ല, ഒരു മെയിൻ പർപ്പസാണ് കണ്ടീഷൻ. എന്നാൽ അതിനൊരു കൊലാട്രൽ മാത്രമായിരിക്കും വാറണ്ടി. കണ്ടീഷൻ സെഷൻ 12(2) മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് കോൺട്രാക്ട് വേർ വാറണ്ടി ഇസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഇസ് കൊലാട്രൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. ഇതാണ് രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, പല ഡിഫറൻസുകളുണ്ട്, അത് നിങ്ങൾക്ക് ചാപ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാവും. ഇമ്പോർട്ടൻസ് ഇൻ എ കോൺട്രാക്ട്, കണ്ടീഷൻ എപ്പോഴും എന്താ എസെൻഷ്യലാണ്, വാറണ്ടി ഒരു കൊലാട്രൽ മാത്രമാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ബ്രീച്ച് ഉണ്ടാവുകയാണ് നമ്മുടെ കണ്ടീഷനിൽ എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ ദ പാർട്ടി നോട്ട് അറ്റ് ഫോൾ ക്യാൻ റെപ്യുഡിയേറ്റ് ദ കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിനെ റെപ്യുഡിയേറ്റ് ചെയ്യാൻ പറ്റും പാർട്ടിക്ക്. പക്ഷേ വാറണ്ടിയിലാണ് ബ്രീച്ച് ഉണ്ടാകുന്നതെങ്കിൽ ആ കോൺട്രാക്ട് റെപ്യുഡിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഡാമേജസിനുള്ള ക്ലെയിംസ് വാങ്ങാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ആണ് നമ്മുടെ കണ്ടീഷനും വാറണ്ടിയും തമ്മിൽ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. വാറണ്ടീസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് വാറണ്ടീസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. പിന്നെ ഹൂ ആർ ദ പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പ്ലെഡ്ജിലെ മെയിൻ പാർട്ടീസ് ആരൊക്കെയായിരുന്നു എന്ന്. നമ്മുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിൽ തന്നെയാണ് നമ്മൾ പ്ലെഡ്ജ് അതുപോലെ ബെയിൽമെൻറ്റ് എന്ന രണ്ട് കൺസെപ്റ്റ് പറഞ്ഞത്. അതിനകത്തെ പ്ലെഡ്ജ് എന്ന കൺസെപ്റ്റ് എന്താണ്, നമ്മളൊരു കാര്യം ഒരു ബെയിൽമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ കൈൻഡ് ആയിട്ടാണ് പ്ലെഡ്ജ് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓർ എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഇസ് കോൾഡ് എ പ്ലെഡ്ജ്. ഒരു കാര്യം, ഒരു സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മളുടെ മറ്റേ ഒരു സാധനം തിരിച്ചു കൊടുക്കും. ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് തിരിച്ചേൽപ്പിച്ചേക്കുന്നതെങ്കിൽ ആ പൈസ എപ്പോൾ തിരിച്ചു കിട്ടുന്നു അന്ന് മാത്രം നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബെയിൽമെൻറ്റിലെ ബെയിലർ ബെയിലി പോലെ പ്ലെഡ്ജിലെ രണ്ടാൾക്കാരാണ് ഇൻവോൾവ് ആവുന്നത്. ദ പ്ലെഡ്ജർ ഓർ ദ പോണർ ആൻഡ് ദ പ്ലെഡ്ജി ഓർ ദ പോണി. രണ്ടാൾക്കാരാണ് പ്ലെഡ്ജർ പ്ലെഡ്ജി, അല്ലെങ്കിൽ അവരെ പോണി എന്ന് പറയാം. അപ്പം ആരാണോ ബെയിലറായിട്ട് ആക്ട് ചെയ്യുന്നത്, ബെയിലർ എന്ന കൺസെപ്റ്റിലുള്ളവരില്ലേ അവരെ തന്നെയാണ് നമ്മൾ പ്ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബെയിലി എന്ന കൺസെപ്റ്റിൽ വരുന്നവരെയാണ് നമ്മൾ പ്ലെഡ്ജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ഹൂ ആർ ദ പാർട്ടീസ് ഇൻ ദ പ്ലെഡ്ജ് എന്ന് ചോദിച്ചാൽ ദ 2 പാർട്ടീസ് ഇൻ ദ പ്ലെഡ്ജ് ആർ ദ പ്ലെഡ്ജർ ആൻഡ് ദ പ്ലെഡ്ജി ഓർ ദ പോണർ ആൻഡ് ദ പോണി. ഇവരുടെ ഡെഫിനിഷനും കൊടുക്കുക. ഓക്കെ, വിത്ത് ദാറ്റ് ആ ക്വസ്റ്റ്യൻ നമുക്ക് എൻഡ് ചെയ്യാം. Then next is explain the term unpaid seller. Unpaid seller എന്ന കൺസെപ്റ്റ് എന്താണ്? A seller of good is said to be an unpaid seller when the whole of the price has not been paid or rendered.
or a bill of exchange or a negotiable instrument has been received as a conditional payment. ഇങ്ങനെയുള്ളവരെയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഗുഡ്സിൻ്റെ ഫുൾ പൈസ ഒന്നെങ്കിൽ അടച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പൈസയ്ക്ക് പകരം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, എന്തെങ്കിലും ചെക്കോ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റോ ഒക്കെയാണ് തന്നിരിക്കുന്നത്, ഒരു കണ്ടീഷണൽ പേയ്മെൻ്റ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അയാൾക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. നമ്മളൊരു സെല്ലറിനെ പോലെ തന്നെ അയാൾക്ക് പല റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ്സും ഉണ്ട്, അതുപോലെ റൈറ്റ് അഗെയിൻസ്റ്റ് ദ ബയേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ടേം അൺപെയ്ഡ് സെല്ലർ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാവുന്നത്, അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഫുൾ പൈസ കൊടുക്കാത്ത, ഒരു സാധനം തന്നതിന് ഫുൾ പൈസ അടച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് പകരം ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് എ ചെക്ക് ഓർ എ ഡ്രാഫ്റ്റ് ആർ ഗിവൺ which is received as a conditional payment, and the condition on which it was received has not been fulfilled by the reason of the dishonor of the ഇൻസ്ട്രുമെൻറ്റ് ഓർ അതർവൈസ്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 45(1)ലാണ്. ഇപ്പോൾ 2 ടൈപ്പ് റൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. ദ റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ് ആൻഡ് ഓൾസോ ദ റൈറ്റ് അഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി. പല റൈറ്റ്സും ഉണ്ട് ഗുഡ്സിന് അഗെയിൻസ്റ്റ്. ലീൻ റൈറ്റ് ഉണ്ട്, സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ ബയേഴ്സിനോടും കുറേ റൈറ്റ്സ് ഉണ്ട്. അത് റൈറ്റ് ഓഫ് റീസെയിൽ, അങ്ങനെയുള്ള കുറേ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ അൺപെയ്ഡ് സെല്ലർ കൺസെപ്റ്റ്. ഇതിന് ഓരോന്നിനും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ആ ഒരു പോർഷൻ മാത്രം. എന്തെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ, എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. സോ ഐ ക്യാൻ ക്ലിയർ ദാറ്റ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി? നമ്മൾ ഡിസ്കസ് ചെയ്തു വാറണ്ടി കണ്ടീഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഭയങ്കര പാടൊന്നുമില്ല. ഈ ചാപ്റ്റർ കാണുമ്പോൾ കുറേ വേർഡ്സ് ഉണ്ടാവും, സ്പെഷ്യൽ വേർഡ്സ്. അപ്പോൾ ആ വേർഡ്സിൻ്റെ മീനിങ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് കൺസെപ്റ്റ് ഇസ് വാട്ട് ഈസ് കാവിയറ്റ് എംപ്റ്റർ. കാവിയറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞാൽ the expression caveat emptor means let the buyer beware. caveat emptor എന്ന് പറഞ്ഞാൽ buyer beware, let the buyer beware. ബയറിനൊരു പേടി ഉണ്ടാവണം എന്നൊരു കൺസെപ്റ്റിനെയാണ് caveat emptor എന്ന് പറയുന്നത്. This rules means that it is not the duty of a seller to see whether the goods he sells to the buyer are suitable for a buyer. ഒരു ബയർ ആണ് ചിന്തിക്കേണ്ട അയാൾ വാങ്ങുന്ന ഗുഡ്സ് അയാൾക്ക് യൂസബിൾ ആണോ അല്ലയോ എന്നുള്ളത്, അയാൾക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അതിൽ സെല്ലറിന് വലിയ പേടിക്കേണ്ടതില്ല, അയാൾക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി ഇല്ല അത് നോക്കേണ്ട എന്നതാണ് കാവിയറ്റ് എംപ്റ്റർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു റൂള് നമ്മൾ സെഷൻ 16ലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ കാവിയറ്റ് എംപ്റ്റർ എന്ന കൺസെപ്റ്റ് ചിലയിടത്തൊന്നും യൂസ്ഫുൾ അല്ല. എപ്പോഴായിരിക്കും നമ്മുടെ ഫിറ്റ്നസ് ഓഫ് ഫോർ ബയേഴ്സ് പർപ്പസ് അങ്ങനെ എന്തെങ്കിലും ഗുഡ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ഗുഡ്സിൻ്റെ പർപ്പസ് അറിയേണ്ടത് ആരാണ്? ശരിക്കും നമ്മുടെ സെല്ലറാണ്. ഇപ്പോൾ ഒരു ബയറിന് എന്തെങ്കിലും അസുഖത്തിനുള്ള മരുന്നാണ്. ആ മരുന്നെന്ന് പറയുമ്പോൾ അതൊരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള, ബയറിന് അറിയത്തില്ല. ഒരു ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഡോക്ടറാണ് അവിടെ സെല്ലർ, അല്ലെങ്കിൽ ഒരു ഫാർമസിയാണ് അവിടെ ഒരു സെല്ലറായിട്ട് വരുന്നത്. അപ്പോൾ അവരറിഞ്ഞിരിക്കണം ഈ ബയറിൻ്റെ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യുന്നതാണോ. ദിസ് കാവിയറ്റ് എംപ്റ്റർ എന്ന കൺസെപ്റ്റിന് ഒരു സ്ലൈറ്റ് ഡീവിയേഷനാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ എക്സെപ്ഷൻ. പിന്നെ കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി, ദാറ്റ് ഇസ് കണ്ടീഷൻ അപ്ലൈസ് വെയർ ദ ഗുഡ്സ് ആർ സോൾഡ് ബൈ ഡിസ്ക്രിപ്ഷൻ. അത് സെല്ലർ ഡീൽസ് ഇൻ ദോസ് ഗുഡ്സ് ആൻഡ് ദ ബയർ ഹാസ് നോ ഓപ്പർച്യൂണിറ്റി ടു എക്സാമിൻ ദ ഗുഡ്സ്. ബയറിന് ഒരു രീതിയിൽ അത് എക്സാമിൻ ചെയ്യാൻ പറ്റാതെ പാക്ഡ് ആയിട്ടുള്ള ഗുഡ്സ്, അത് ഓപ്പൺ ചെയ്താൽ യൂസ് എന്ന രീതിയിലുള്ള ഗുഡ്സ്, അല്ലെങ്കിൽ അതൊരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം വിൽക്കുന്ന ഒരു ഗുഡാണ്, നമ്മൾക്ക് കാണാൻ പറ്റാത്ത, ബയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റത്തില്ല, ഒന്ന് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ പർപ്പസ് അറിയുന്നുള്ളൂ. അങ്ങനെയുള്ള ഗുഡ്സും എപ്പോഴും സെല്ലറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അതുപോലെ കൺസെൻറ്റ് ബൈ ഫ്രോഡ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ബയർ where the consent of the buyer is obtained by fraud or whether the seller knowingly conceal a defect. ഒരു പ്രശ്നമുള്ളത് സെല്ലറിന് അറിയാം, എന്നാൽ അത് ബയറിനെ അറിയിക്കാതെയാണ് ഒരു സാധനം വിൽക്കുന്നതെങ്കിലും ഈ ഒരു കാവിയറ്റ് എംപ്റ്റർ എന്ന കൺസെപ്റ്റിന് എക്സെപ്ഷനാണ്. പിന്നെ ഗുഡ്സ് സോൾഡ് ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. സാമ്പിൾ വെച്ച് കാണിച്ച് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വെച്ച് കാണിച്ച് വിൽക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഈ കാവിയറ്റ് എംപ്റ്റർ എന്ന കൺസെപ്റ്റ് നമുക്ക് പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ കസ്റ്റം ഓഫ് ട്രേഡിലെ ഫിറ്റ്നസ് ആയിട്ടുള്ള ഗുഡ്സിനൊക്കെ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ആണ് അനക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ യൂസസിലെങ്കിൽ അതിലും ബയർ ബിവെയർ എന്ന കൺസെപ്റ്റ് വരത്തില്ല, സെല്ലർ ബിവെയർ എന്ന കൺസെപ്റ്റിലേക്ക് അത് മാറും. ഇതാണ് കാവിയറ്റ് എംപ്റ്റർ എന്നുള്ളത്. ആ വേർഡിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ലെറ്റ് ദ ബയർ ബിവെയർ. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെ കൂടെ എന്തൊക്കെ എക്സെപ്ഷൻസ് ആണ് ഈ റൂൾ ഓഫ് കാവിയറ്റ് എംപ്റ്ററിലുള്ള അതും കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, then next question is who is a mercantile agent?
ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ എന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഏജൻറ്റ്സ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് ഏജൻറ്റ്സ്, സ്പെഷ്യൽ ഏജൻറ്റ്, ജനറൽ ഏജൻറ്റ്, യൂണിവേഴ്സൽ ഏജൻറ്റ്, കൊമേഴ്ഷ്യൽ ഏജൻറ്റ്, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലെ ഒന്നാണ് ഇത് കൊമേഴ്ഷ്യൽ ഓർ മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ്. അപ്പോൾ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ സെഷൻ 229 ഓഫ് ദി സെയിൽസ് of Goods Act of 1930 has defined a mercantile agent is one having in the customary course of business such as agent authority either to sell goods or to consign goods for the purpose of sale or to buy goods or to raise money on the security of goods. അപ്പം പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ആകാം അല്ലേ. അയാൾ ഒന്നെങ്കിൽ ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്നിട്ട് ഒരു ഏജൻ്റ് ആവാം. അയാൾക്ക് വിൽക്കാനൊന്ന റൈറ്റോ അല്ലെങ്കിൽ സെയിലിന് വേണ്ടി കൺസൈൻ ചെയ്യാനുള്ള റൈറ്റോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് അതിനഗെയിൻ സെക്യൂരിറ്റി വിൽക്കാൻ പറ്റുന്നതോ അങ്ങനെയുള്ള പല ആൾക്കാരെ നമ്മൾ മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് എന്ന് പറയും. ഈ സെഷൻ നോക്കുക, സെഷൻ 29 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഓഫ് 1930 മെർക്കൻറ്റൈൽ ഏജൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ മെർക്കൻറ്റൈൽ ഏജൻറ്റിന് തന്നെ പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാണ് ഫാക്ടർ, ദെൻ ഓപ്ഷണർ, ഹി ക്യാൻ ബി എ ബ്രോക്കർ, can be a commission agent, he can be del credit agent, then he can be a banker or no mercantile. ഓക്കെ, ഇപ്പോൾ ടോട്ടലി നമുക്ക് 6 ക്ലാസിഫിക്കേഷനാണ് ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റിനുള്ളത്. ഒന്നുകിൽ ഫാക്ടർ ആകാം. ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? an agent with the possession of goods for the purpose of selling them. അയാൾക്ക് സ്വന്തം പേരിൽ തന്നെ സാധനങ്ങൾ വെച്ച് അത് വിൽക്കാനുള്ള റൈറ്റുള്ള ആൾ, അങ്ങനെയുള്ളവരെ നമ്മൾ ഫാക്ടർ എന്ന് പറയും. പിന്നെ ഓപ്ഷണർ ആവാം. ഓപ്ഷണർ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ഓപ്ഷന് അയാൾ സാധനം കൈ വയ്ക്കുന്നില്ല, അയാളൊരു ഏജൻറ്റ് മാത്രം. ആ സെല്ലിങ് ടൈമിൽ മാത്രമേ അയാളൊരു ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. ബയറിൻ്റെയോ അല്ലെങ്കിൽ സെല്ലറിൻ്റെയോ അയാളൊരു ഓപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരാളാകാം. അതിനെയാണ് ഓപ്ഷണർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ബ്രോക്കർ ആകാം. ബ്രോക്കർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നെങ്കിൽ വാങ്ങാനോ വിൽക്കുന്ന ആൾ, വേറൊരാളുടെ ബിഹാഫിൽ മാത്രം നിൽക്കുന്നത്, അയാൾക്കൊരു ബ്രോക്കറേജ് മാത്രമേ കിട്ടുന്നുള്ളൂ, അതിൻ്റെ പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ ഒരാളാകാം. അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജൻ്റ് ആകാം, അയാൾക്കൊരു കമ്മീഷൻ മാത്രം കിട്ടുന്നു. ആ ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്മീഷണറാണ്. ഹി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഡയറക്റ്റ് സെല്ലിംഗ് ഓർ ബൈയിങ്, ബട്ട് ഹി ഈസ് ഇൻവോൾവ് ഇൻ ദ കമ്മീഷൻ, ഗെറ്റിംഗ് ദ കമ്മീഷൻ. ഓർ അതർവൈസ് ഹി ക്യാൻ ബി ഡെൽ ക്രെഡിറ്റ് ഏജൻറ്റ് ഹു ഈസ് ഇൻ കൺസിഡറേഷൻ ഓഫ് എൻ എക്സ്ട്രാ കമ്മീഷൻ. അയാളുടെ ഒരു എക്സ്ട്രാ കമ്മീഷൻ ലീഡ് ചെയ്യുന്ന ഒരാളാകാം. ഗ്യാരൻറ്ററോ ഒരു ഏജൻറ്റോ ഒക്കെ ആയിട്ട് ഒരു എക്സ്ട്രാ കമ്മീഷൻ ആവുന്നതാകാം. പിന്നെ ഒരു ബാങ്കർ ആകാം. ബാങ്കർ ആനെ കസ്റ്റമർ എന്ന റിലേഷനിൽ ഒരു ബാങ്കർ പോലെ ആക്ട് ചെയ്യാം. ബാങ്കർ എന്ന് പറയുമ്പോൾ അവരെ ഒരിക്കലും പൈസയ്ക്ക് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല അല്ലേ, ഒരു ആക്ട് ചെയ്യുന്നുള്ള, അയാൾ ഏജൻറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ബയറിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കളക്ട് ചെയ്യും, ഇലക്ട്രൽ ഫോൺ ബില്ലോ ഇലക്ട്രിസിറ്റി ബില്ലോ സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ഏജൻറ്റ് മാത്രം ആക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ഒക്കെ ആകാം. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ definition for mercantile agent. It is mentioned in the section 29 of the Sale of Goods Act. He can be a factor, auctioneer, broker, commission agent, del credit agent or a banker in that sense. Okay. Next, what is an agency by necessity? ഇനിയുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ എന്ന ഇതിൽ തന്നെ ഏജൻസി ബൈ വാട്ട് നെസസിറ്റി. പല ടൈപ്പ് ഓഫ് ഏജൻസീസ് ഉണ്ട്. ക്രിയേഷൻ ഓഫ് ഏജൻസി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല വീസിലും നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റും തമ്മിൽ. അതിൽ ഒന്നാണ് പ്രിൻസിപ്പൽ ബൈ എക്സ്പ്രസ് അഗ്രിമെൻറ്റ്. എക്സ്പ്രസ് അഗ്രിയിലൂടെ ഒരു ഏജൻസി ബൈ എക്സ്പ്രസ് അഗ്രിമെൻ്റ് ആകാം. ഏജൻസി ബൈ ഇംപ്ലൈഡ് അഗ്രിമെൻ്റ് ആകാം. എക്സ്പ്രസ് അഗ്രിമെൻറ്റും ഇംപ്ലൈഡ് അഗ്രിമെൻ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഏജൻസി ബൈ എസ്റ്റോപ്പിലാകാം. then agency by holding out, agency by necessity, agency by operation of law, agency by ratification, agency, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലൊരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഏജൻസി ബൈ നെസസിറ്റി എന്താണ്? നെസസിറ്റി കൊണ്ട് ഏജൻ്റ് ആവുന്നു. സോ സംടൈംസ് an extraordinary circumstance requires that a person who is not really an agent should act like an agent of another. ശരിക്കും അയാൾ ലോവിനനുസരിച്ചൊന്നും ഏജൻ്റ് അല്ല, പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് വന്നപ്പോൾ നെസസിറ്റിക്ക് അനുസരിച്ച് വേറൊരാൾ ഏജൻ്റ് ആയതെന്ന് നമ്മളാകുന്നു. റിയലി നമ്മൾ ഏജൻ്റ് അല്ല, പക്ഷേ ആ സർക്കംസ്റ്റൻസ് കാരണം നമ്മൾ ഏജൻ്റ് ആവുകയാണ്. So in such a case, though they might not have any express or implied authority to do an act, the law implies an authority in favor of another person. വേറൊരാൾക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ വരുന്നതിനെയാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയാം. ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ A sent a horse with the railway. At the destination, nobody took delivery of the horse. The railway company therefore had to feed the horse. The court held that the railway company could recover the amount spent for feeding the horse because the company gets authority to bind the owner because of the emergency situation.
എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹോഴ്സിനെ എന്ന് പറഞ്ഞ ഒരാൾ ഹോഴ്സിനെ റെയിൽവേയുടെ കൂടെ വിട്ടു, പക്ഷേ അത് ഡെലിവറി സമയത്ത് അത് വാങ്ങാൻ ആരും പറ്റിയില്ല. അപ്പോൾ ഹോഴ്സിന് ഭക്ഷണം കൊടുത്തു ആര്? റെയിൽവേ. ആ ഒരു പൈസ അപ്പോൾ ആ സമയത്ത് ആ റെയിൽവേ ഒരു ഏജൻറ്റായിട്ട് ആക്റ്റായി അല്ലേ? അയാൾ ശരിക്കും ഏജൻ്റ് അല്ല, റെയിൽവേസ് ഏജൻ്റ് അല്ല, പക്ഷേ ആ ഒരു സർക്കംസ്റ്റൻസസിൽ അതിനെ ഫീഡ് ചെയ്യേണ്ടത് കൊണ്ട് ഏജൻ്റായി. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഒരു എമർജൻസി സിറ്റുവേഷനെ കൊണ്ടാണ് ആ ഏജൻസി ഏറ്റെടുത്തത്. അതുകൊണ്ട് അയാൾക്ക് പൈസ, ഈ റെയിൽവേക്ക് പൈസ വാങ്ങാനുള്ള റൈറ്റ് ഉണ്ടായി ഫ്രം ദ ഓണർ ഓർ ദ ഡെലിവറി. ഫ്രം ദ ഡെലിവറി ദേ ക്യാൻ ബൈ ദ എമൗണ്ട്. അതിനെയാണ് നമ്മൾ ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ നമുക്കൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം, ഏജൻസി ബൈ എസ്റ്റോപ്പിൾ എന്ന കൺസെപ്റ്റ് എന്താ? ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒന്നാണ്. സോ വേർ എ പേഴ്സൺ നോയിങ്ലി പെർമിറ്റ്സ് അനദർ പേഴ്സൺ ടു ആക്ട് ആസ് എസ് ഏജൻറ്റ്, ഹി ഈസ് ബൗണ്ട് ഓൾ ദോസ് ആക്ട്സ് ഓഫ് ദാറ്റ് പേഴ്സൺ. ഒരാൾ അറിഞ്ഞുകൊണ്ട് വേറൊരാൾക്ക് അയാളുടെ ഏജൻസി കൊടുക്കുകയാണ്, അതിനെ നമ്മൾ ഏജൻസി ബൈ എസ്റ്റോപ്പിൾ എന്ന് പറയും. സോ തേർഡ് പേഴ്സൺ who entered into agreement with that person are entitled to assume that the person who acts as agent has authority to represent the principal, and the principal is estoppel from denying the validity of the act of agents on him. For example പറയുകയാണെങ്കിൽ A tells T within the hearing of P that he is P's agent. P doesn't object to the statement of A. Later T entered into contract with A on the belief that A is agent. P is liable on to T on the contract entitled by A. ഇവിടെ എ എന്ന് പറഞ്ഞ ഏജൻറ്റ് വേറൊരാളുടെ മേലെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ചു കഴിയുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ വിചാരം അയാളാണ് എന്ന കൺസെപ്റ്റാണ് അല്ലേ? അപ്പോൾ അതിനെയാണ് ഏജൻസി ബൈ എസ്റ്റോപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിഫൈൻഡ് ബെയിൽമെൻറ്റ്. ഇത് നിങ്ങൾക്ക് നേരത്തെ എൻ്റെ ലെക്ചർ കണ്ടാൽ മനസ്സിലാവും ബെയിൽമെൻറ്റ് എന്താണെന്നുള്ളത്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് ഡെഫിനേഷൻ പോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബെയിൽമെൻറ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ്. നമ്മളുടെ പല കോൺട്രാക്റ്റുകൾ നമ്മൾ പറയുമ്പോൾ കുറേ വാലിഡിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ വാലിഡിറ്റീസ് ഒന്നും ഫുൾഫിൽ ചെയ്യാതെ തന്നെ ചില ആക്റ്റുകൾക്ക് അല്ലെങ്കിൽ ചില കോൺട്രാക്റ്റിന് നമുക്ക് സ്പെഷ്യൽ എന്ന് മെൻഷൻ ചെയ്യും. അതിനെയാണ് ഈ ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ്, അതുപോലെ ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതിലെ ബെയിൽമെൻറ്റ് എന്ന ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ. അത് ഓർക്കുക, ഒരു ഗുഡിൻ്റെ പൊസിഷൻ നമ്മൾ വേറൊരാളിലേക്ക് കൊടുക്കുക. പൊസിഷൻ മാത്രം, ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ തന്നെ, പൊസിഷൻ മാത്രം എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ അതിനെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുക. സോ ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൽ വെൻ ദ പർപ്പസ് ഇസ് അക്കംപ്ലിഷ് ബി റിട്ടേൺ ബാക്ക് ഓർ വിൽ ബി ഡിസ്പോസ് ആസ് പെർ ദ ഡയറക്ഷൻസ് ഗിവൻ ബൈ ദ ബെയിലർ. ഇതിനെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ രണ്ട് ആൾക്കാരായിരിക്കും, ബെയിലർ, ബെയിലി. മറ്റേ പോനി പറഞ്ഞ പോലെ ബെയിലർ, ബെയിലി എന്ന രണ്ട് പേരുണ്ടാവും. അപ്പോൾ പോനർ എന്ന് പറയുമ്പോൾ ആരായിരുന്നു? ദ പേഴ്സൺ ഡെലിവറിങ് ദ ഗുഡ്സ്, അതാണ് പോനർ. അത് തന്നെയാണ് ബെയിലർ. ഹൂ ഈസ് ഇൻ പൊസിഷൻ ടു ഹൂം ഇറ്റ് ഇസ് ഡെലിവേർഡ് ഇസ് കോൾഡ് എ പോനി, അതുപോലെ ഒരു ബെയിലി. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൽ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബെയിൽമെൻറ്റ് എന്നാൽ ഡിഫൈനും ചെയ്യാം, അതിൻ്റെ സെഷൻ മെൻഷൻ ചെയ്യാം, അതുപോലെ ഒരു എക്സാമ്പിൾ എഴുതാം, ബെയിലർ, ബെയിലിയും എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് ബെയിൽമെൻറ്റ് എന്ന കൺസെപ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വാട്ട് ഈസ് നൊവേഷൻ. Novation is the replacement of one of the parties in an agreement between two parties with an agreement of all the three parties involved. ഇപ്പോൾ രണ്ട് ആൾക്കാർ തമ്മിലാണ് നമ്മൾ നോർമലി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ചോ. അതിൽ ഒരു പാർട്ടിയെ നമ്മൾ മാറ്റി വേറൊരു പാർട്ടിയെ ഇൻവോൾവ് ചെയ്യുകയാണ് എങ്കിൽ അതിൽ മൂന്ന് പാർട്ടീൻ്റെ സമ്മതത്തോടെ അഗ്രിമെൻറ്റിലൂടെയാണെങ്കിൽ അതിനെയാണ് നൊവേഷൻ എന്ന് പറയുക. റീപ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഓൾഡ് കോൺട്രാക്റ്റ്, അതാണ് novation. So in which the replacement of one of the parties in an agreement between the two parties with the agreement of all the three parties is called a novation. So it is to replace an old obligation with a new one. ഓക്കെ, ഒരു പഴയ ഒബ്ലിഗേഷൻ മാറ്റി ഒരു പുതിയ ഒബ്ലിഗേഷൻ വരെയാണ്, അതിനെയാണ് നമ്മൾ നൊവേഷൻ എന്ന് പറയുക. ഈ നൊവേഷൻ നടന്നു കഴിയുമ്പോൾ എന്താ, ഒറിജിനൽ കോൺട്രാക്റ്റ് വോയിഡ് ആകും. ഒരു പാർട്ടി മാറിയല്ലോ, അതുകൊണ്ട് അത് വോയിഡ് ആവുന്നതായിരിക്കും. ഇതാണ് നൊവേഷൻ എന്ന കൺസെപ്റ്റ്. നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാവുന്നതായിരിക്കും. ഓക്കെ, സോ ക്യാൻസലേഷൻ ഓഫ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പാർട്ടിയെ ഇൻവോൾവ് ചെയ്തിട്ട് ഈ പാർട്ടീസിനെ മാറ്റുന്നത്. ഇപ്പോൾ എയും ബിയും തമ്മിൽ കോൺട്രാക്റ്റ് നോർമലി ഉണ്ടായിരുന്നു, ബിക്ക് ആ കോൺട്രാക്റ്റ് മാറ്റണം, അതിന് പകരം സിയിലേക്ക് മാറാനാണെങ്കിൽ എ എന്ത് ചെയ്യും, അതേ ടേംസ് ഓഫ് കണ്ടീഷൻ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് ബിന്ന് ആ കോൺട്രാക്റ്റ് എടുത്ത് സിയിലേക്ക് വയ്ക്കും, മൂന്ന് പേരുടെ സമ്മതത്തോടെ. ഇതിനെ നമ്മൾ നൊവേഷൻ എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെയുള്ള ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്ത്, എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്ത് പുതിയൊരു എയും സിയും കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് പേരും കൂടെ സമ്മതത്തിൽ ഒരു പാർട്ടിയെ മാത്രം ചേഞ്ച് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എ നൊവേഷൻ.
സോ ഇത്രയുമാണ് നമ്മളുടെ 15 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ. ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മൈ നമ്പർ ഇസ് 9645848557. ഇതിനകത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഐ വിൽ റിപ്പീറ്റ് മൈ നമ്പർ വൺസ് ഫോർ 9645848557. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇതിൽ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് അറിയാതെ മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നോട്ട്സ് അയച്ചു തരാം. വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഈ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഐ ക്യാൻ മെൻഷൻ. ഓക്കെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. നാളത്തെ എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതുക. ഐ ഹോപ്പ് നാളെ കൊണ്ട് നിങ്ങളുടെ എല്ലാ എക്സാംസും എൻഡ് ആവുമായിരിക്കും. അപ്പം ഒരു നല്ല മാർക്സൊക്കെ കിട്ടട്ടെ. ആൻഡ് ഇനിയുള്ള എക്സാംസ് വരുമ്പോൾ 4th സെമ്മിൻ്റെ പോർഷൻസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുക. ആൻഡ് ഹോപ്പ് എൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു ദ ഹോൾ ലെക്ചർ. ഓക്കെ, താങ്ക് യു.